സിനിമാ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ചും അത് തടയാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും സഭയിൽ കൊച്ചി എംഎൽഎ മുഹമ്മദ് ഷിയാസ് ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. സിനിമയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നുവെന്ന ആശങ്കകൾക്കിടയിലാണ് ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇതിനുദാഹരണമായി കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ നടന്ന നാടകീയമായ സംഭവം അദ്ദേഹം സഭയിൽ വിവരിക്കുകയുണ്ടായി. ഒരു സ്വകാര്യ ഹോട്ടലിൽ നടനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്ന് ലഹരി ഉപയോഗിച്ചുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തിയിരുന്നു. എന്നാൽ അവർ മുറിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ആ നടൻ ഹോട്ടലിന്റെ പിന്നാമ്പുറത്തെ വഴിയിലൂടെ അതിസാഹസികമായി ചാടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ ആ ഓട്ടം നിർത്തിയത് കോയമ്പത്തൂരിലാണ്. ഈ സംഭവം ചൂണ്ടിക്കാണിച്ച് സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി സിനിമാ സെറ്റുകളിലും ആഡംബര ഹോട്ടലുകളിലും നടക്കുന്ന ലഹരി ഉപയോഗം തടയാൻ എന്തൊക്കെ കർശന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഹമ്മദ് ഷിയാസ് ചോദിക്കുകയുണ്ടായി. ഇതിന് മറുപടി പറഞ്ഞ ചെന്നിത്തല ഇത്തരം ആളുകളെ പൂട്ടുമെന്ന് അത് കാരവനിലാണെങ്കിലും DJ പാർട്ടിയിലാണെങ്കിലും 5 സ്റ്റാറിലാണെങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അതിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ലെന്നും കർശനമായി പറഞ്ഞു. പിന്നാലെ ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട നടൻ ആരാണെന്ന് അറിയാമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഷൈംടോ ചാക്കനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. മലയാള സിനിമാ സെറ്റുകളിലും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ലഹരിമരുന്നിന്റെ ഉപയോഗം വ്യാപകമാണെന്ന പരാതികൾ സിനിമാ സംഘടനകൾ തന്നെ മുൻപ് പലതവണ ഉയർത്തിയിട്ടുണ്ട്. സിനിമാ താരങ്ങളുടെ കാരവാനുകൾ പലതും ലഹരി ഉപയോഗത്തിന്റെ താവളങ്ങളായി മാറുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. എന്നാൽ ഇത്തരം ലഹരി ഇടപാടുകൾക്ക് മുന്നിൽ സർക്കാർ ഒരു കാലത്തും കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ തുടച്ചു നീക്കാൻ ശക്തമായ നിരീക്ഷണവും കർശനമായ നിയമ നടപടികളും തുടരുമെന്ന് രമേശ് ചെന്നിത്തല സഭയിൽ പറയുകയുണ്ടായി. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളിയാണ് ലഹരിയുടെ ഉപയോഗം. പ്രത്യേകിച്ചും കൊച്ചി പോലെയുള്ള ഒരു പ്രദേശത്ത് ലഹരിയുടെ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം, നമ്മുടെ വൻകിട ഹോട്ടലുകൾ, പ്രത്യേകിച്ച് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ വലിയ DJ പാർട്ടികൾ നടക്കുന്നുണ്ട്. ആ പാർട്ടികളിലും അതുപോലെ തന്നെ ചില യുവ സിനിമ പ്രവർത്തകർ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിനിമാ സെറ്റുകളിലുമൊക്കെ ഈ ലഹരിയുടെ വ്യാപനം ഉണ്ട് എന്നുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഈ പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ്. എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ഒരു സിനിമാ നടനെ അന്വേഷിച്ച് ചെന്ന പോലീസ് നമ്മൾ ഈ 100 മീറ്റർ ഓട്ടത്തിൽ ഒക്കെ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ചരിത്രങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തെ അന്വേഷിച്ച് പോലീസ് ചെന്നപ്പോൾ ആ സിനിമാ നടൻ ആ ഹോട്ടലിൽ നിന്ന് എടുത്തു ചാടി ഓടിയിട്ട് പിന്നെ നിർത്തിയത് കോയമ്പത്തൂരാണ്. അപ്പം അത്രയധികം ഉത്തേജനം ലഭിക്കുന്ന മരുന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിയമത്തിലെ അപാകതകൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുമ്പത്തെ മറുപടിയിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കുറ്റവാളികളെ കർശനമായ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ അതുകൂടി അടിയന്തരമായി ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, മുഹമ്മദ് ഷിയാസിന്റെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വാർണിംഗ് എല്ലാവർക്കും കൊടുത്തിരുന്നു. കേരള പോലീസ് സജീവമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളോ മയക്കുമരുന്നുകളോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളുകൾ അത് ഉപേക്ഷിക്കണം, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന്. സർ, അത് കാരവാനാണെങ്കിലും DJ പാർട്ടി ആണെങ്കിലും 5 സ്റ്റാർ ആണെങ്കിലും അത് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കാനാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് സിനിമാ നടനാണോ സാധാരണക്കാരനാണോ എന്നുള്ളതല്ല പ്രശ്നം. നിയമം ലംഘിക്കുന്ന ആരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള പരിഗണന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഷിയാസ് ചോദിച്ച ചോദ്യം ആ ഹോട്ടലിൽ എനിക്കറിയാം, ആരാണെന്നും എനിക്കറിയാം, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ നമുക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും, സർ, തുഫാൻ വാരിയറുടെ ആദ്യത്തെ തുഫാൻ വാരിയർ ആയത് പ്രശസ്ത സിനിമാ നടൻ ശ്രീ മോഹൻലാലാണ്. ഇപ്പൊ ധാരാളം പ്രമുഖരായ ആളുകൾ, എല്ലാവരുടെയും പേര് പെടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാ മേഖലയിലുള്ള നമ്മളെല്ലാവരും, പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ ഭാവി തലമുറയെ രക്ഷിക്കാൻ നമുക്ക് കഴിയൂ എന്നുള്ള ഒരു ചിന്തയോടെ നമുക്ക് പ്രവർത്തിക്കണം എന്നാണ്